ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു പരിപാടിയുണ്ട്. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്കടയൊക്കെ കൊച്ചാപ്പ, അതായത് വാപ്പച്ചിയുടെയൊക്കെ അനിയൻ ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആവുന്ന ഡേ ആണ്. അതായത് റിട്ടയർമെൻറ്റ് ഡേ ആണ്. KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സബ് എഞ്ചിനീയർ ആയിട്ടാണ് റിട്ടയർഡ് ആയത്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഡേയുടെ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടുകാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ കൊച്ചാപ്പയുടെ വീട്ടിലുള്ളവർ, പിന്നെ മൂത്താപ്പയുടെ വീട്ടിലുള്ളവരും, പിന്നെ അമ്മയുടെ വീട്ടിലുള്ളവർ, ഇത്രയും പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഓഫീസിൽ നിന്ന് കുറച്ച് പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുട്ടീസ് ഒക്കെ കൂടി ഭയങ്കര കളിയിലായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നോ സാധനക്ക് മിഠായി കിട്ടിയിട്ട് സാധനം മിഠായി കൊടുന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചാപ്പയുടെ വീട്ടിലേക്ക് ചെന്നിട്ട്, അപ്പോൾ കൊച്ചാപ്പയുടെ വീട്ടിൽ ഇതേ ചെയേഴ്സും ടേബിളൊക്കെ ആയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഉച്ചയ്ക്ക് ഓഫീസിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫാമിലി മൊത്തം അവിടെ പോയിക്കണായിരുന്നു. അതിന് ശേഷമാണ് അവർ വൈകിട്ട് എല്ലാവരും കൂടിയാണ് അവർ തിരിച്ചു വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും വന്നായിരുന്നു കേട്ടോ. അവരുടെ വണ്ടിയിൽ തന്നെയാണ് അവർ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ KCBയിലുള്ളവർ കുറച്ച് 2-3 പേര് കൂടെ വർക്ക് ചെയ്യണവർ, അവരും ഇതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ വേറെ വേറെ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അവരുടെ ഒപ്പം കൊച്ചാപ്പാടെ ഒപ്പം ഫാമിലി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മോനും മോള് എളിയമായൊക്കെ അതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് പിന്നെ വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവിടെ നിന്ന് കിട്ടിയ മൊമെൻറ്റോയും ബൊക്കെയൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് നേരത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വരാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവരുടെ ഒപ്പം ആദ്യം കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പലരും പല പല ടൈമിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം വന്നവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ അടുത്തവർ വന്നവർ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നത്. അവിടെ ബെഡ്റൂമിൽ കയറിയിട്ടൊക്കെ കൂടി നല്ല മെനയായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കൂടി ബെഡ്റൂമിൽ കയറി ചാടുന്ന തുള്ളണൊക്കെ ഭയങ്കര കളിയിലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അമ്മി അമ്മി പറഞ്ഞേ ഇത് പറയാ അങ്ങനെ അത്യാവശ്യം വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നുണ്ടോ. പിന്നെ നമ്മതേ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇതാണ്ടോ കൊച്ചാപ്പടമൻ അൽത്താഫ്. അപ്പോൾ അവൻ്റെ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതേ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിന് ഉണ്ടായിരുന്നത് പൊറോട്ട ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി ഗോബി ഉണ്ടായിരുന്നു. അങ്ങനെ പലതരം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദേ അൽത്താഫ് ദേ പണിയെടുക്കുന്നുണ്ട്. ദേ ചെയറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ. ഫംഗ്ഷനെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇടയിൽ ഇത് ഹെസാക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ ചൂടായിട്ട് കൊടുത്തു. ഹെസാണെങ്കിൽ ചായയുടെ ആളാണ്. തന്നെ പിന്നെ ചായ കുടിക്കത്തേയില്ല. ഹെസാക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ചായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അപ്പോഴത്തേക്കും അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നതൊക്കെ പോയി. അമ്മായിയും അമ്മായിയുടെ മരുമക്കളും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളും പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഹംനകടുത്ത് ഞാൻ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹംന ചെറുതായിട്ടൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നായിരുന്നു. അപ്പോൾ പോരാൻ നേരത്ത് അമ്മയോട് ദീദിന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ദീദിന്ന് വിളിക്കണതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വിളിക്കണതാണ്. പിന്നെ വിളിച്ചിട്ട് പിന്നെ നിർത്തണുണ്ടായിരുന്നില്ല. വിളിച്ചോ ദീദി എവിടെ? തൊട്ടടിച്ചെന്ന ദീദി ഏതാ?
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.